സ്വഹീഹായ ഹദീസുകളുടെ പിൻബലത്തോടുകൂടി നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ 10 എണ്ണമാകുന്നു. ഈ വിഷയത്തിൽ തർക്കമില്ല. സ്വഹീഹായ ഹദീസുകളിൽ പ്രവാചകൻ അതിൻ്റെ എണ്ണം ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ 10 എണ്ണമാണ്. എന്നാൽ ഈ 10 എണ്ണങ്ങളിൽ ആദ്യമേത് സംഭവിക്കും, പിന്നീട് ഏത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപം ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ പല ഹദീസുകളിൽ നിന്നും മനസ്സിലാകുന്ന ആശയമനുസരിച്ച് ഉലമാക്കൾ അതിനെ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ നിന്ന് അതിൻ്റെ തർത്തീബ് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് പറയാനുള്ള കാരണം, ഒരേ സ്വഹാബി തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ വ്യത്യസ്ത രൂപത്തിൽ അതിൻ്റെ ദിക്ർ, അതിനെ സംബന്ധിച്ചുള്ള പരാമർശം വന്നിട്ടുണ്ട് എന്നതാണ്. ഉദാഹരണത്തിന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. അൻ ഹുദൈഫത ബിൻ അസീദ് അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഖാൽ, ഹുദൈഫ ഇബ്നു അസീദ്, ഹുദൈഫത ബിൻ യമാൻ മറ്റൊരു സ്വഹാബിയാണ്. ഇത് ഹുദൈഫ ഇബ്നു അസീദ് അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇത്തലഅ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈനാ വനഹ്നു നതദാക്കർ. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയായിരുന്നു. ഫഖാല, അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, മാ തദാക്കറൂൻ, എന്താണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ സംസാര വിഷയം? പ്രവാചകൻ ചോദിച്ചു. ഖാലൂ, അപ്പോൾ അവർ പറഞ്ഞു, നദ്കുറു സ്സാഅ, ഞങ്ങൾ ഖിയാമത്ത് നാളിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നബിയെ. സ്വഹാബികൾ അന്ത്യസമയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു, പരസ്പരം ചർച്ച ചെയ്തിരുന്നു. അതവരുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു. ഖിയാമത്ത് നാളിനെ എപ്പോഴും ഓർക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നതൊക്കെ സ്വഹാബത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. നാമും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നത് നമ്മുടെ ഈമാനിലെ വർധനവിനും അതോടൊപ്പം തന്നെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഖിയാമത്ത് നാളിന് വേണ്ടി തയ്യാറാകുവാനുമെല്ലാം അത്തരം ചർച്ചകൾ ഇൻഷാ അല്ലാഹ് നമ്മെ സഹായിക്കും. ഇത്തരത്തിലുള്ള ഒരു വിഷയം നാം ഇവിടെ ചർച്ചയ്ക്ക് എടുത്തതുപോലും അന്ത്യസമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തയ്യാറാകുവാൻ വേണ്ടി ഓരോ ആളുകളും ധൃതി കൂട്ടണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, നദ്കുറു സ്സാഅ, ഞങ്ങൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂം ഹത്താ തറൗന ഖബ്ലഹാ 10 ആയാതിൻ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല അതിനു മുമ്പ് 10 അടയാളങ്ങൾ, 10 ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടല്ലാതെ. അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കും, സംശയമില്ല. പക്ഷേ അതിനു മുമ്പ് 10 അടയാളങ്ങൾ കണ്ടിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഫദക്കറ, എന്നിട്ട് പ്രവാചകൻ എണ്ണിപ്പറയാൻ തുടങ്ങി. അദ്ദുഖാൻ, ഒരു വലിയ പുക, ഭൂമിയെ മുഴുവൻ വലയം ചെയ്യുന്ന ഒരു വലിയ പുക, അത് പ്രത്യക്ഷപ്പെടും. വദ്ദജ്ജാൽ, ദജ്ജാൽ പ്രത്യക്ഷപ്പെടും. വദ്ദാബ്ബ, ഭൂമിയിൽ നിന്നൊരു പ്രത്യേക ജീവി പ്രത്യക്ഷപ്പെടും, രംഗത്ത് വരും. വതുലൂഅ അശ്ശംസി മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. സാധാരണ പടിഞ്ഞാറ് അസ്തമിക്കാറാണ്, പക്ഷേ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. വനുസൂല ഈസ ഇബ്നു മറിയം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. അദ്ദേഹം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതാണ്. ഖിയാമത്ത് നാളിൻ്റെ സന്ദർഭത്തിൽ ഇറങ്ങി വരും. വയജൂജ വമഅജൂജ്, യഅജൂജും മഅജൂജും ദുൽഖർനൈൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വം, വലിയ മതിൽ കെട്ടി ബ്ലോക്ക് ചെയ്തിട്ടുള്ള യഅജൂജ് മഅജൂജ്, ഖിയാമത്ത് നാൾ വരുമ്പോൾ അള്ളാഹു അവരെ തുറന്നുവിടും എന്ന് സൂറത്തുൽ കഹ്ഫിൽ അവസാന ഭാഗത്ത് അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ടുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ യഅജൂജ് മഅജൂജ് രംഗത്ത് വരും.
വസലാസത ഖുസൂഫിൻ, 3 ശക്തമായ ഭൂകമ്പങ്ങളുണ്ടാകും. ഖസ്ഫുൻ ബിൽ മശ്രിഖ് വഖസ്ഫുൻ ബിൽ മഗ്രിബ് വഖസ്ഫുൻ ബി ജസീറത്തിൽ അറബ്. ഒന്ന് മശ്രിഖിലായിരിക്കും, മറ്റൊന്ന് മഗ്രിബിലായിരിക്കും, ഒന്ന് കിഴക്ക്, മറ്റൊന്ന് പടിഞ്ഞാറ്. വഖസ്ഫുൻ ബി ജസീറത്തിൽ അറബ്, ജസീറത്തുൽ അറബിൽ, അറേബ്യൻ ഭൂഖണ്ഡത്തിൽ 3 ശക്തമായ ഭൂകമ്പങ്ങളുണ്ടാകും. വആഖിറു ദാലിക നാറുൻ, ഈ പറഞ്ഞ 10 ഏറ്റവും അവസാനത്തത്, അത് പ്രവാചകൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അവസാനത്തത്. വആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ, യമനിൽ നിന്ന് ഒരു തീ പുറപ്പെടും. തത്റുദുന്നാസ ഇലാ മഹ്ശരിഹിം, ജനങ്ങളെ അത് മഹ്ശറിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമെന്നാണ്. അഥവാ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഖിയാമത്ത് നാളിന് തൊട്ടു മുന്നോടിയായിട്ട് ഈ തീ വന്നുകൊണ്ട് ജനങ്ങളെ മുഴുവൻ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും. നാനാഭാഗങ്ങളിലുമുള്ള ആളുകൾ ആ തീ കാരണത്താൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ 10 അടയാളങ്ങൾ. ഈ 10 അടയാളങ്ങളിൽ ഈ സ്വഹാബി പറഞ്ഞത്, ആദ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദുഖാനാണ്, ഒരു പുകയാണ്. പിന്നെ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ദാബത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിനെ സംബന്ധിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇമാം മുസ്ലിം റഹിമഹുല്ല തന്നെ ഈ പറഞ്ഞ ഹദീസും ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ചതാണ്. ഇനി പറയാൻ പോകുന്ന ഹദീസും ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ചതാണ്. നേരത്തെ പറഞ്ഞ അതേ സ്വഹാബി തന്നെയാണ് ഈ ഹദീസും ഉദ്ധരിക്കുന്നത്. അൻ അബി സരീഹ ഹുദൈഫത ബിൻ അസീദിൻ ഖാല റളിയല്ലാഹു തആല അൻഹു ഖാല കാന النبي صلى الله عليه وسلم في غرفة ونحن أسفل منه فاطلع إلينا فقال ما تذكرون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റൂമിലായിരുന്നു, ഒരു അറയിലായിരുന്നു. ഞങ്ങൾ പ്രവാചകന് താഴെയായി ഇരിക്കുകയായിരുന്നു. പ്രവാചകൻ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ഖുൽന, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അസ്സാഅ, ഞങ്ങൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ് നബിയെ സംസാരിക്കുന്നത്. ഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇന്ന സ്സാഅത ലാ തകൂനു ഹത്താ തകൂന 10 ആയാത്ത്, 10 ആയത്തുകൾ, 10 അടയാളങ്ങൾ വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എന്നിട്ട് ഈ ഹദീസിൽ ആദ്യം പറഞ്ഞത് ഖസ്ഫുൻ ബിൽ മശ്രിഖ് വഖസ്ഫുൻ ബിൽ മഗ്രിബ് വഖസ്ഫുൻ ഫി ജസീറത്തിൽ അറബ്, പടിഞ്ഞാറും കിഴക്കും ജസീറത്തുൽ അറബിലും ശക്തമായ ഭൂകമ്പമുണ്ടാകും. നേരത്തെ പറഞ്ഞ ഹദീസിൽ ദുഖാനിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നീട് ദജ്ജാലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഖസ്ഫിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് വദ്ദുഖാനു വദ്ദജ്ജാലു വദ്ദാബത്തുൽ അർദി വയഅജൂജു വമഅജൂജു വതുലൂഇ ശംസി മിൻ മഗ്രിബിഹാ വനാറുൻ തഖ്റുജു മിൻ ഖഅറതി അദൻ. ഖഅറതി അദൻ എന്ന് പറഞ്ഞാൽ യമനിൽ അറിയപ്പെട്ട പട്ടണമാണ് അദൻ. അതിൻ്റെ ഉൾപ്രദേശത്ത് നിന്ന്, അങ്ങേയറ്റത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീ. ആ തീ തർഹലുന്നാസ്, ജനങ്ങളെ മുഴുവൻ വഹിച്ചു കൊണ്ടുവരും. ജനങ്ങളെ മുഴുവൻ വഹിച്ച് ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി മഹ്ശറിലേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ ഈ ഹദീസിൻ്റെ റാവിമാരിൽ ചില റിവായത്തിൽ ഇങ്ങനെ കാണാം, വഖാല അഹദുഹുമാ ഫിൽ ആശിറ നുസൂലു ഈസ ബിൻ മറിയം, 10ാമതായി എണ്ണിയത് ഈസാ നബിയുടെ വരവാണ്. വേറെ ചില ആളുകൾ എണ്ണിയത് വഖാലൽ ആഖറു വരീഹുൻ തുൽഖിന്നാസ ഫിൽ ബഹർ, ജനങ്ങളെ മുഴുവൻ സമുദ്രത്തിലേക്ക് തള്ളിയിടുന്ന ഒരു കാറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഹദീസുകളിലുള്ള പരാമർശങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഇന്നതാണ് സംഭവിക്കുക, പിന്നെ ഇന്നത് എന്ന രൂപത്തിലുള്ള സുമ്മ എന്ന പ്രയോഗം ഹദീസിലെവിടെയുമില്ല. മറിച്ച് മൊത്തത്തിൽ ആ 10 എണ്ണി എന്നു മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾക്ക് കൃത്യമായി ഇന്നതാണ് ആദ്യത്തെ അടയാളം, അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന അടയാളം, അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന അടയാളം എന്ന് പറയുക സാധ്യമല്ല.